ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ പ്ലാന്റ്സ് ഒക്കെ വളരാനായിട്ട് നമുക്ക് റെഡിമെയ്ഡ് ആയിട്ട് കിട്ടുന്ന ഫെർട്ടിലൈസേഴ്സ്, അതായത് അക്വേറിയം ഷോപ്പിൽ നിന്നും അതുപോലെ തന്നെ ഓൺലൈനിൽ നിന്നൊക്കെ നമുക്ക് റെഡിമെയ്ഡ് ആയിട്ട് ഫെർട്ടിലൈസേഴ്സ് മേടിക്കാൻ കിട്ടും. അത് ലിക്വിഡ് ഫോമിലും ടാബ്ലറ്റ് ഫോമിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അത്തരത്തിൽ റെഡിമെയ്ഡ് ആയിട്ട് കിട്ടുന്ന ഫെർട്ടിലൈസേഴ്സ് നമ്മൾ പ്ലാന്റ്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ള അക്വേറിയങ്ങളിൽ ആഡ് ചെയ്യണോ വേണ്ടേ, അത്തരം കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ മുമ്പ് പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്, മീനുകളെ വളർത്തുന്ന ഫിഷ് ടാങ്കുകൾ അല്ലെങ്കിൽ അക്വേറിയങ്ങളാണ് എന്നുണ്ടെങ്കിൽ മീനുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന വേസ്റ്റ് ഈ ചെടികൾ വളമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ അഡീഷണൽ ഫെർട്ടിലൈസേഴ്സ് അല്ലെങ്കിൽ വളങ്ങളൊന്നും ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അതേസമയം മീനുകളൊന്നും ആഡ് ചെയ്യാത്ത അക്വേറിയങ്ങളുണ്ട്, അതായത് പ്ലാന്റ്സ് മാത്രം നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള അക്വേറിയങ്ങൾ. അപ്പോൾ അത്തരം അക്വേറിയങ്ങളിലേക്കാണ് ഇത്തരത്തിലുള്ള നമ്മുടെ റെഡിമെയ്ഡ് ആയിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. എല്ലാ തരത്തിലുള്ള പ്ലാന്റ്സിനും ഫെർട്ടിലൈസേഴ്സ് വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോ ലൈറ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ നിൽക്കുന്ന പ്ലാന്റ്സ്, അതായത് ഇതുപോലുള്ള ജാവ ഫേൺ പോലുള്ള അല്ലെങ്കിൽ ഫേൺ വെറൈറ്റിയിൽ പെട്ട ചെടികൾ, അതുപോലെ തന്നെ അനൂബിയാസ് വെറൈറ്റിയിൽ പെട്ട ചെടികൾ, അതായത് ലോ ലൈറ്റ് വേണ്ട ചെടികൾക്കാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഫെർട്ടിലൈസേഴ്സ് ആഡ് ചെയ്ത് കൊടുത്തില്ലെങ്കിലും അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയപ്പെടുന്നത്. എങ്കിലും നോർമലായിട്ടുള്ള രീതിയിൽ നമ്മൾ ഫെർട്ടിലൈസേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഈ ലോ ലൈറ്റ് പ്ലാന്റ്സ് വളരും. എന്നാൽ നല്ല രീതിയിലുള്ള സൺലൈറ്റ് അല്ലെങ്കിൽ ലൈറ്റ് വേണ്ട ചെടികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഫെർട്ടിലൈസേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കണമെന്ന് തന്നെയാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ്, മീനുകളില്ലാത്ത ടാങ്കുകളിലാണ് നമ്മളിത് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അതായത് മീനുകളില്ലാത്ത അക്വേറിയങ്ങളിൽ, അതായത് പ്ലാന്റ്സ് മാത്രം സെറ്റ് ചെയ്തിട്ടുള്ള അക്വേറിയങ്ങളിലാണ് ഇത്തരത്തിലുള്ള റെഡിമെയ്ഡ് ആയിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അക്വേറിയങ്ങളിൽ മീനുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ ചെടികൾക്ക് വേണ്ട ന്യൂട്രിയൻസ് എല്ലാം മീനുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന വേസ്റ്റിൽ നിന്ന് കിട്ടും. അതുപോലെ തന്നെ നമ്മൾ മീനുകൾക്ക് ഫീഡ് ചെയ്യുന്ന ഫിഷ് ഫുഡ് ഉണ്ടല്ലോ, ഫിഷ് ഫുഡിൽ നിന്നും കുറേ ന്യൂട്രിയൻസും കാര്യങ്ങളൊക്കെ പ്ലാന്റ്സ് വലിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ മീനുകളില്ലാത്ത ടാങ്കുകളിലാണ് നമ്മൾ ഈ ഒരു ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ടാബ്ലറ്റ് ഫോമിലും ലിക്വിഡ് ഫോമിലും വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഇത് പൗഡർ ഫോമിലും വരുന്നുണ്ട്. ലിക്വിഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ചില സാഹചര്യങ്ങളിൽ കോൺസെൻട്രേറ്റഡ് ആണ് എന്നുണ്ടെങ്കിൽ അത് നമ്മൾ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്തതിന് ശേഷമാണ് അക്വേറിയങ്ങളിൽ ഈ വെള്ളത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി അത് ലൈറ്റ് ആയിട്ടുള്ള കോൺസെൻട്രേറ്റഡ് അല്ല എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം ചെറിയ ക്വാണ്ടിറ്റിയിൽ. പിന്നെ ഉള്ളത് പൗഡർ ഫോമാണ്. പൗഡർ ഫോം ഈ പറഞ്ഞ പോലെ നമ്മൾ ലിക്വിഡിൽ മിക്സ് ചെയ്ത്, അതായത് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ അക്വേറിയത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ചിലത് ഈ പറഞ്ഞ പോലെ നമുക്ക് ഡയറക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം ചെറിയ ക്വാണ്ടിറ്റിയിൽ. പിന്നെ വരുന്നത് ടാബ്ലറ്റ് ഫോമാണ്. ടാബ്ലറ്റ് നമ്മൾ ജസ്റ്റ് അക്വേറിയത്തിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. അത് നേരെ താഴെ ബേസിൽ സബ്സ്ട്രേറ്റിൻ്റെ ആ ഒരു ഏരിയയിൽ പോയി കിടന്നോളും. നേരെ റൂട്ടിൻ്റെ ആ ഒരു ഏരിയയിലാണ് ഇത് പോയി കിടക്കുന്നത്. അവിടെ വെച്ചാണ് ഇത് റിലീസ് ചെയ്യുന്നത്. ആ ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം. ടാബ്ലറ്റിൻ്റെ ഒരു ഫംഗ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ അക്വേറിയത്തിൻ്റെ ബേസ് സബ്സ്ട്രേറ്റിൻ്റെ അവിടെ പോയിട്ടാണ് കിടക്കുന്നത്. എന്നിട്ട് അവിടെ വെച്ചാണ് ഈ ഒരു ഫെർട്ടിലൈസേഴ്സ് എല്ലാം അവിടെ റിലീസ് ആവുന്നത്, ന്യൂട്രിയൻസ് എല്ലാം റിലീസ് ആവുന്നത്. അപ്പോൾ നേരിട്ട് ഈ ചെടികളുടെ റൂട്ട്സിന് അത് അബ്സോർബ് ചെയ്യാനായിട്ട് സാധിക്കും. അതേസമയം ലിക്വിഡ് ഫോമിലുള്ളത് നമ്മൾ വെള്ളത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ കുറേ ചെടികളൊക്കെ ഈ ന്യൂട്രിയൻസ് ഇലകൾ വഴി അബ്സോർബ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വെള്ളത്തിൽ ഇങ്ങനെ ഡിസോൾവ് ചെയ്തിട്ട് നമ്മൾ ലിക്വിഡ് ഫോം അല്ലെങ്കിൽ പൗഡർ ഫോം ഡിസോൾവ് ചെയ്ത് വെള്ളത്തിലേക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഇലകൾ വഴി അവർക്ക് ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് പല ഫോമിൽ ഇത് ഇറങ്ങുന്നത്. ലിക്വിഡ് ഫോം, പൗഡർ ഫോം, അതുപോലെ തന്നെ ടാബ്ലറ്റ് ഫോമിൽ ഇറങ്ങുന്നത്. ഈ ഫെർട്ടിലൈസേഴ്സ് എല്ലാം നമുക്ക് അക്വേറിയം ഷോപ്പുകളിൽ നിന്നും അതുപോലെ തന്നെ ഓൺലൈൻ ഷോപ്പുകളിൽ നിന്നൊക്കെ വാങ്ങാനായിട്ട് പറ്റും. ഇത്തരത്തിൽ നമ്മൾ ഫെർട്ടിലൈസേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഈ ചെടികൾ നല്ല ഹെൽത്തി ആയിട്ട് വളരുന്നത് മാത്രമല്ല, റൂട്ടിൻ്റെ ഡെവലപ്മെൻറ്റ്, ലീവ്സിൻ്റെ ഡെവലപ്മെൻറ്റ്, അതുപോലെ തന്നെ കളറേഷനൊക്കെ നല്ല രീതിയിൽ അസിസ്റ്റ് ചെയ്യാറുണ്ട് ഇത്തരത്തിലുള്ള ഫെർട്ടിലൈസേഴ്സ്. ഈ ഫെർട്ടിലൈസേഴ്സിനകത്ത് എന്തൊക്കെയാണ് അടങ്ങിയിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നൈട്രേറ്റ്സ്, ഫോസ്ഫേറ്റ്സ്, അതുപോലെ പൊട്ടാസ്യം, പിന്നെ മാംഗനീസ്, പിന്നെ അതുപോലെ അയേൺ, മാഗ്നീഷ്യം, കുറേ സംഭവങ്ങൾ ഇതിനകത്ത് മിനറൽസ് അല്ലെങ്കിൽ ന്യൂട്രിയൻസ് ആയിട്ട് ഇത്തരം ഫെർട്ടിലൈസേഴ്സിൽ അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ അക്വേറിയങ്ങളിലെ ചെടികൾക്ക് ഈ ഫെർട്ടിലൈസേഴ്സിൻ്റെ കുറവുണ്ട് എന്ന് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെടികൾ കേടായി പോകുന്നത് തന്നെയാണ്. അതായത് ഇതിൻ്റെ ഇലകൾ ഒരു യെല്ലോ കളറിലേക്ക് മാറുക. അപ്പോൾ ഇതിനകത്ത് തന്നെ ചിലതിൻ്റെയൊക്കെ ഇല യെല്ലോ കളറിൽ നിങ്ങൾക്ക് കാണാം. അതുപോലെ തന്നെ ചിലതൊക്കെ ഇങ്ങനെ ചീഞ്ഞ പോലെ കാണാം, അതായത് ഒരു ബ്ലാക്ക് കളറിൽ. അതങ്ങനെ സംഭവിക്കാറുണ്ട് ചില സാഹചര്യങ്ങളിൽ. അതായത് ഈ പറഞ്ഞ പോലെ ഇലകൾ യെല്ലോ കളറിലേക്ക് മാറുക, അതുപോലെ തന്നെ ചീഞ്ഞു പോവുക, ഡീക്കേ ആയി പോവുക, അല്ലെങ്കിൽ ഇങ്ങനെ വെള്ളത്തിൽ ഡിസോൾവ് ആയ രീതിയിൽ നിൽക്കുക, ട്രാൻസ്പാരൻ്റ് ആയിട്ട് നിൽക്കുക. ഇതൊക്കെ ഫെർട്ടിലൈസറിൻ്റെ കുറവാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ വിചാരിച്ച എന്താ പറയുക നോർമൽ ഗ്രോത്ത് കിട്ടാതെ, അതായത് നമുക്കറിയാം ഈ ഒരു സംഭവത്തിന് ഇന്ന സ്പീഡിലാണ് ഇതിൻ്റെ ഗ്രോത്ത്, അപ്പോൾ ആ ഒരു സ്പീഡിലൊന്നും ഗ്രോത്ത് കിട്ടാതിരിക്കുക, അതായത് മുരടിച്ച് നിൽക്കുക. ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ നമുക്ക് മനസ്സിലാക്കാം ഈ ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസിൻ്റെ കുറവുണ്ട് എന്നുള്ള കാര്യം. അപ്പോൾ ഈ സാഹചര്യത്തിലാണ് നമ്മൾ റെഡിമെയ്ഡ് ആയിട്ടുള്ള ഇത്തരം ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യേണ്ടത്. നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ ചെടികൾ വളർത്തിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഫേസ് ചെയ്യുന്നുണ്ട്, തീരെ ഗ്രോത്ത് കിട്ടുന്നില്ല, അല്ലെങ്കിൽ ചെടികൾ കേടായി പോകുന്നു, ഇത്തരം സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് ഫെർട്ടിലൈസർ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. പല ആൾക്കാർക്കും ഉള്ളൊരു ഡൗട്ടാണ്, ഇത്തരത്തിൽ നമ്മൾ വെള്ളത്തിലേക്ക് ഫെർട്ടിലൈസേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിനകത്ത് മീൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ചില ആൾക്കാർക്ക് മീനുകളുള്ള ടാങ്കുകളിലും ഫെർട്ടിലൈസേഴ്സ് ആഡ് ചെയ്യാറുണ്ട്. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മീനുകളെ ആഡ് ചെയ്തിട്ടും ചിലപ്പോൾ ചെടികൾ പ്രോപ്പറായിട്ട് വളരുന്നുണ്ടായിരിക്കില്ല. അതുകൊണ്ടാണ് അവർ എക്സ്ട്രാ ഫെർട്ടിലൈസേഴ്സ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ പല ആൾക്കാരും ചിന്തിക്കും ഇത് മീനുകൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കുമോ എന്നുള്ളത്, കാരണം ഈ ഫെർട്ടിലൈസേഴ്സ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ.
അക്വേറിയത്തിലേക്ക് സ്പെസിഫിക് ആയിട്ട് ഇറങ്ങുന്ന ഇത്തരത്തിലുള്ള ഫെർട്ടിലൈസേഴ്സ് ഒന്നും മീനുകൾക്ക് ഹാംഫുൾ അല്ല എന്നാണ് പറയുന്നത്. അത് സേഫ് ആണെന്നാണ് പറയുന്നത്. പക്ഷേ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഓവർഡോസ് ആവാനായിട്ട് പാടില്ല. എത്രയാണോ റെക്കമെൻഡേഷൻ ആ റെക്കമെൻഡ് ഡോസ് മാത്രമേ നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പാടുള്ളൂ. ഓവറായിട്ടൊന്നും ഇതിനകത്തേക്ക് അല്ലെങ്കിൽ പറഞ്ഞ ഡോസിനും കൂടുതലായിട്ടൊന്നും നമ്മൾ വെള്ളത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കരുത്. അതുപോലെ ഫെർട്ടിലൈസേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന അക്വേറിയങ്ങളിൽ എയറേഷൻ നല്ല രീതിയിൽ കൊടുക്കാനായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂട്രിയൻസ് എല്ലാം നല്ല രീതിയിൽ വെള്ളത്തിനകത്ത് സർക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി എല്ലാ ഭാഗത്തേക്കും എത്താൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇത്തരത്തിൽ ഫെർട്ടിലൈസേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ റുട്ടീനായിട്ടുള്ള ഒരു വാട്ടർ ചേഞ്ച് നമ്മൾ 30% ഒക്കെ വാട്ടർ ചേഞ്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് തന്നെ കൊടുക്കാനും റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. അതായത് ഈ ന്യൂട്രിയൻസിൻ്റെ ഒന്നും അല്ലെങ്കിൽ ഫെർട്ടിലൈസേഴ്സിൻ്റെ ബിൽഡപ്പ് അതായത് ഇങ്ങനെ വല്ലാതെ അടിഞ്ഞുകൂടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് വെള്ളത്തിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്ന ഫെർട്ടിലൈസേഴ്സ് കോൺസെൻട്രേറ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഉയർത്തി പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അംശം വെള്ളത്തിൽ വല്ലാതെ കൂടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്ന ഫെർട്ടിലൈസറിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഓവർഡോസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തൊക്കെ ഉണ്ടാവും എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ മീനുകൾക്ക് സ്ട്രെസ്സ് വരാൻ സാധ്യതയുണ്ട് ഇത് ഓവർഡോസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ. പിന്നെ വേറെ ഒരു മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിനകത്ത് ആൽഗെ നല്ല രീതിയിൽ ഫോം ചെയ്യാനായിട്ട് തുടങ്ങും. പ്ലാന്റഡ് അക്വേറിയങ്ങളിൽ ആൽഗെ വല്ലാതെ ഫോം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് റിമൂവ് ചെയ്ത് കളയാനൊക്കെ. ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ ആൻറ്റി ആൽഗെ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ സംഭവങ്ങളൊക്കെ ഉണ്ട്. വെള്ളത്തിൽ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന എന്തൊക്കെയോ മെഡിസിൻസ് അതൊക്കെ പിന്നീട് ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഇത്തരത്തിൽ കുറേ ഇഷ്യൂസ് ഫേസ് ചെയ്യേണ്ടി വരും നമ്മൾ ഈ ഫെർട്ടിലൈസേഴ്സ് വെള്ളത്തിൽ ഓവറായിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഓവർഡോസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ. കറക്റ്റായിട്ടുള്ള ഡോസേജ് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വേറെ യാതൊരു ഇഷ്യൂ ഇല്ല, അത് സേഫ് ആണെന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് പ്ലാന്റ്സിൻ്റെ ഗ്രോത്തിന് എന്തെങ്കിലും പ്രോബ്ലമോ കാര്യങ്ങളോ സീരിയസ് ആയിട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള റെഡിമെയ്ഡ് ഫെർട്ടിലൈസേഴ്സ് വാങ്ങി യൂസ് ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക, നമ്മൾ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും.